ഇവർ തുറവൂർ എന്ന സ്ഥലത്തു നിന്ന് യേശുവിനെ മഹത്വപ്പെടുത്താൻ വന്നതാണ്. അവർക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തൊരു പെൺകുഞ്ഞിനെ, നിങ്ങൾക്ക് കാണാം, അങ്ങോട്ട് തിരിച്ചു പിടിച്ച് ഒരു മിടുക്കിയ ഒരു പെൺകുഞ്ഞ്. 14-ാമത്തെ വർഷം അല്ലേ, 14-ാമത്തെ വർഷം കർത്താവ് നൽകിയ കുഞ്ഞാണ്. ഞാൻ തുറവൂർ പള്ളിയിൽ 2 ബൈബിൾ കൺവെൻഷനുകൾ നടത്തിയിരുന്നു. ആദ്യത്തെ കൺവെൻഷനിൽ അന്ന് പങ്കെടുത്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഗർഭിണിയായി കുഞ്ഞിനെ കർത്താവ് കൊടുത്തു. 14-ാമത്തെ വർഷം കർത്താവ് ഒരു കുഞ്ഞിനെ ഈ കുടുംബത്തിന് നൽകി. നമുക്കത് കേൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തനായവൻ വലിയ കാര്യം ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. തീർച്ചയായിട്ടും വലിയൊരു കാര്യം ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ അത് ഇവിടെ വന്ന് പ്രഘോഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. എൻ്റെ പേര് ലിജോ, ഭാര്യ ആൽഫി. ഞങ്ങൾ അങ്കമാലി അടുത്ത് തുറവൂർ നിന്നാണ് വരിക. ബ്രദറിൻ്റെ 2 ധ്യാനങ്ങൾ ഞങ്ങളുടെ ഇടവകയിൽ നടന്നു, 2023-ലും 2024-ലും. ഞങ്ങളുടെ വിവാഹം 2010-ലാണ് നടന്നത്. ഞങ്ങൾക്ക് അത്രയും 2010 കല്യാണം നടന്ന ഉടനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റായി. അത് ട്യൂബിലായിരുന്നു, അത് ആകെ റപ്ചറായി പോയായിരുന്നു. പിന്നീട് ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും മാറിപ്പോയി, വർഷങ്ങളോളം പോയി. ഞങ്ങൾ പല ധ്യാനങ്ങളിലും പങ്കെടുത്തിരുന്നു. എന്നിട്ടൊന്നും ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയില്ല. ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് നിരാശ അനുഭവപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ പലവട്ടം പോയതാണ്, പല ഹോസ്പിറ്റലിലും, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ വടക്കേറ്റത്തും പോയിട്ടുണ്ട്, തെക്കേറ്റത്തും പോയിട്ടുണ്ട്. എല്ലാം പരാജയപ്പെട്ടു. ഞങ്ങൾക്ക് അപ്പോഴൊന്നും കുഞ്ഞിനെ കിട്ടിയില്ല. 2023 ബ്രദറിൻ്റെ ധ്യാനം ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ തുറവൂർ സെൻറ്റ് അഗസ്റ്റിൻസ് ചർച്ചിൽ നടന്നപ്പോൾ ഞങ്ങളതിൽ പങ്കെടുത്തു. ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ തൊട്ടടുത്ത വർഷം ധ്യാനമുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ആ ധ്യാനത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആവുകയും ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, ഡിസംബർ മാസമായപ്പോഴേക്കും ഞങ്ങൾക്ക് യാതൊരു സൂചനയും ഇല്ല. ഞങ്ങൾക്ക് ചെറിയൊരു നിരാശ വന്നു. കാരണം അത് ഇടവക ജനത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായിട്ട് പറയാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഡിസംബറായിട്ടും ഞങ്ങൾക്ക് നടന്നില്ല. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഡിസംബർ 31-ാം തീയതി ഞങ്ങൾക്ക് ആ സന്തോഷ വാർത്ത കിട്ടി. 14-ാമത്തെ വർഷം പ്രഗ്നൻ്റ് വാർത്ത ഞങ്ങൾക്ക് കിട്ടിയത് 14-ാം വർഷമാണ്. വൈഫ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്, അങ്കമാലി ബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത്, അസിസ്റ്റന്റ് മാനേജറായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചിലരൊക്കെ സംശയ മനസ്കരോട് ഇരിക്കണ്ടാവും. ഞാനൊക്കെ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. ധ്യാനം കൂടാൻ പോകുമ്പോൾ തുടക്കത്തിൽ ഇതൊന്നും സംഭവിക്കുമോ, നടക്കുമോ എന്നുള്ള ഒരു സംശയമുള്ള ആൾക്കാരായിരിക്കുള്ളൂ. അവർക്ക് മുമ്പിൽ വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങളുടെ കുഞ്ഞ് മരിയ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യാതൊരു സംശയവും കൂടാതെ ധ്യാനത്തിൽ പങ്കെടുത്തുക. നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടും. ലിജോ, ആൽഫി, കുഞ്ഞിൻ്റെ പേര് മരിയ. 14-ാമത്തെ വർഷം കർത്താവ് ദാനമായിട്ട് നൽകിയൊരു കുഞ്ഞാണ്. ഇവിടെ സാക്ഷ്യം കിട്ടു. വടക്ക് മുതൽ തെക്ക് വരെ അനേകം ആശുപത്രികളിൽ കയറിയിറങ്ങിയതാ, എന്നിട്ടൊന്നും മക്കളെ ലഭിച്ചില്ല. കർത്താവ് മക്കളെ തരും. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം, സാറയെ അനുഗ്രഹിച്ച ദൈവം ഇതാ ഇവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ നൽകി. നമ്മുടെ ദൈവം സ്നേഹവാനാണ്, കാരുണ്യവാനാണ്.